മോർണിംഗ്. നമ്മളിന്നൊരു പുതിയ ചാപ്റ്ററിലേക്ക് പോവുകയാണ്. മാർജിനൽ കോസ്റ്റിംഗ് ആൻഡ് ബ്രേക്ക് ഇവൻ അനാലിസിസ്. നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്യുന്നത് മാർജിനൽ കോസ്റ്റിങ്ങിനെ കുറിച്ചാണ്. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് നോട്ട് എ മെത്തേഡ് ഓഫ് കോസ്റ്റിംഗ്, ഇറ്റ് ഈസ് എ ടെക്നിക് ഫോർ മാനേജീരിയൽ ഡിസിഷൻ മേക്കിംഗ്. ഇത് കോസ്റ്റ് കാൽക്കുലേറ്റ് ചെയ്യുന്ന ഒരു മെത്തേഡൊന്നുമല്ല, ഈ മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിങ്ങിനെ സഹായിക്കുന്ന ഒരു ടെക്നിക്കാണ് മാർജിനൽ കോസ്റ്റിംഗ്. എത്ര പ്രൊഡ്യൂസ് ചെയ്യണം, സെല്ലിംഗ് പ്രൈസ് എത്ര ഫിക്സ് ചെയ്യണം, ഇതൊക്കെയാണ് ഇതിൽ വരുന്നത്. മാർജിനൽ കോസ്റ്റ് ടെക്നിക് പ്രകാരം മാനേജ്മെൻറ്റിന് ഡിസിഷൻ മേക്കിംഗ്. ഈ മാർജിനൽ കോസ്റ്റ് ടെക്നിക്ക് പ്രകാരം കോസ്റ്റിനെ രണ്ടായി തരംതിരിക്കുന്നു. വേരിയബിൾ കോസ്റ്റ് ആൻഡ് ഫിക്സ്ഡ് കോസ്റ്റ്. വേരിയബിൾ കോസ്റ്റ് പേര് തന്നെ ഉണ്ട്, ചേഞ്ച് ചെയ്യുന്നു. വേരിയബിൾ കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് വിച്ച് ഇൻ പ്രൊപ്പോർഷൻ ടു ചേഞ്ച് ഇൻ ദ വോളിയം ഓഫ് പ്രൊഡക്ഷൻ. നമ്മൾ പ്രൊഡക്ഷൻ്റെ വോളിയത്തിൽ ചേഞ്ചസ് വരുമ്പോൾ എന്തിലും ചേഞ്ചസ് വരും, കോസ്റ്റിലും ചേഞ്ചസ് വരും. അങ്ങനെയുള്ള കോസ്റ്റിനെയാണ് വേരിയബിൾ കോസ്റ്റ് എന്ന് പറയുന്നത്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് സെയിം ആയിരിക്കും. സാധാരണഗതിയിൽ റോ മെറ്റീരിയലൊക്കെ പറയും. റോ മെറ്റീരിയൽ ഒരു എക്സാമ്പിളാണ് വേരിയബിൾ കോസ്റ്റിന്. ഇപ്പോൾ റോ മെറ്റീരിയൽ പെർ യൂണിറ്റ് 5 ആണെന്ന് വിചാരിക്കും. 5 ആണ്. നമുക്കൊരു 100 യൂണിറ്റ് പ്രൊഡക്ഷൻ നടത്തണം. ഇങ്ങനെയാണെങ്കിൽ 100 × 5, വേരിയബിൾ കോസ്റ്റ് 500 ആയിരിക്കും. അപ്പോൾ പെർ യൂണിറ്റ് സെയിമും പ്രൊഡക്ഷൻ്റെ ലെവലിൽ മാറ്റം വരുമ്പോൾ ഇൻക്രീസ് ആണെങ്കിൽ വേരിയബിൾ കോസ്റ്റ്, പ്രൊഡക്ഷൻ ഇൻക്രീസസ്, ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് ഓൾസോ ഇൻക്രീസസ്. പ്രൊഡക്ഷൻ ഡിക്രീസസ്, വേരിയബിൾ കോസ്റ്റ് ഓൾസോ ഡിക്രീസസ്. ഇതാണ് വേരിയബിൾ കോസ്റ്റിൽ വരുന്നത്. ഇനി ഫിക്സ്ഡ് കോസ്റ്റ് ആണെങ്കിൽ നമ്മൾ 100 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാലും 200 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാലും അതിൻ്റെ കോസ്റ്റ് വേരി ചെയ്യുന്നില്ല, പ്രൊഡക്ഷനെ ഡിപ്പെൻഡ് ചെയ്യുന്നില്ല. ഫിക്സ്ഡ് കോസ്റ്റ് ആർ ദോസ് കോസ്റ്റ് which do not change as the volume of production or level of activity. When the volume of production increases or decreases, the total fixed cost remain same. എത്ര ഉൽപ്പാദിപ്പിച്ചാലും 100 ഉൽപ്പാദിപ്പിച്ചാലും 200 ഉൽപ്പാദിപ്പിച്ചാലും 500 ഉൽപ്പാദിപ്പിച്ചാലും ഫിക്സ്ഡ് കോസ്റ്റ് എന്തായിരിക്കും, സെയിമായി. അതിനുള്ളൊരു എക്സാമ്പിളാണ് ബിൽഡിങ്ങിൻ്റെ റെൻറ്റ് അല്ലെ ഫാക്ടറീൻ്റെ റെൻറ്റ്. അവിടെ നിങ്ങൾ ബിൽഡിങ്ങിന് റെൻറ്റ് ഒരു 5000 ഉണ്ടെന്ന് വിചാരിക്കാം. അത് 0 പ്രൊഡക്ഷനാണ് നടക്കുന്നത്. 5000 റെൻറ്റ് കൊടുക്കണം. 0 പ്രൊഡക്ഷൻ ആണെങ്കിലും 5000 നിങ്ങൾ റെൻറ്റ് കൊടുക്കണം. ഇനി 100 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാലും 200 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാലും 300 യൂണിറ്റ് ഉൽപ്പാദിപ്പിച്ചാലും 5000 റെൻറ്റ് കൊടുക്കണം. ഇതാണ് ഫിക്സ്ഡ് കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് വോളിയത്തിനനുസരിച്ച് ചേഞ്ചസ് വരും. പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ പെർ യൂണിറ്റ് കുറയും, പ്രൊഡക്ഷൻ കുറയുകയാണെങ്കിൽ പെർ യൂണിറ്റ് കൂടും. വേരിയബിൾ കോസ്റ്റ് നേരെ തിരിച്ചാണ്. പ്രൊഡക്ഷൻ കൂടുന്നതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് കൂടും, പ്രൊഡക്ഷൻ കുറയുന്നതിനനുസരിച്ച് വേരിയബിൾ കോസ്റ്റ് കുറയും. ഇനി 0 പ്രൊഡക്ഷനാണ് നടക്കുന്നത്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ ഒന്നും ഉൽപ്പാദിപ്പിക്കുന്നില്ല. അങ്ങനെയാണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് 0 ആയിരിക്കും. ഫിക്സ്ഡ് കോസ്റ്റ് എത്രയാണോ അത് തന്നെയായിരിക്കും. അപ്പം മാർജിനൽ കോസ്റ്റ് ടെക്നിക്ക് പ്രകാരം കോസ്റ്റിനെ ഇവിടെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്, വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും. ഇനി എന്താണ് മാർജിനൽ കോസ്റ്റിംഗ് നോക്കാം. അതിൻ്റെ ഡെഫിനിഷനിലേക്ക് നോക്കാം. മാർജിനൽ കോസ്റ്റിംഗ് ഈസ് ഡിഫൈൻഡ് ആസ് the amount of any given volume of output by which aggregate the cost are changed if the volume of output is increased by 1 unit, increased or decreased by 1 unit. അതാണ് the amount
the amount of any given volume of output. Amount of any given volume of output by which aggregate cost, total cost are changed. എപ്പോഴാണ് ചേഞ്ച് വരുന്നത്? അഗ്രിഗേറ്റ് കോസ്റ്റ് ചേഞ്ച് വരുന്നു, ടോട്ടൽ കോസ്റ്റ് ചേഞ്ച് വരുന്നു. ഇഫ് ദ വോളിയം ഓഫ് ഔട്ട്പുട്ട്, നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന ഔട്ട്പുട്ടിൽ ഇൻക്രീസ്ഡ് ബൈ 1 യൂണിറ്റ്, ഒരു യൂണിറ്റ് അധികം ഉൽപ്പാദിപ്പിക്കുമ്പോൾ അഗ്രിഗേറ്റ് കോസ്റ്റിൽ വരുന്ന ചേഞ്ചസ്, അതിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഒരു യൂണിറ്റ് അധികമോ അല്ലെങ്കിൽ ഇൻക്രീസ് ഓർ ഡിക്രീസ്ഡ്, അങ്ങനെ ഞാൻ പറയാം. ഒരു യൂണിറ്റ് അധികം ഉൽപ്പാദിപ്പിക്കുമ്പം വോളിയം ഓഫ് ഔട്ട്പുട്ടിൽ മാറ്റം വരുമ്പം അഗ്രിഗേറ്റ് കോസ്റ്റിൽ വരുന്ന മാറ്റത്തെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഇപ്പോൾ നോക്കാം, 100 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു, അവിടെ ടോട്ടൽ കോസ്റ്റ്, അഗ്രിഗേറ്റ് കോസ്റ്റ് ഒരു 5000 ആണെന്ന് വിചാരിക്കും. വേരിയബിൾ കോസ്റ്റും ഫിക്സ്ഡ് കോസ്റ്റും കൂട്ടിയിട്ട് അവിടെ എത്രയാണ്? ടോട്ടൽ കോസ്റ്റ്, അഗ്രിഗേറ്റ് കോസ്റ്റ് 5000 ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? 101 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നു. അപ്പോൾ അവിടെ വരുന്ന കോസ്റ്റിൽ മാറ്റം വരുന്നുണ്ടാവും. ഫോർ എക്സാമ്പിൾ ഒരു 5050. അപ്പോൾ ഒരു യൂണിറ്റ് അധികം ഉൽപ്പാദിപ്പിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന അഗ്രിഗേറ്റ് കോസ്റ്റിൽ വരുന്ന മാറ്റം എത്രയാണ്? 50 റുപ്പീസ്. ഇതിനെയാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഇന്ന് ഈ വീഡിയോയിൽ ഇത്ര മനസ്സിലാക്കിയേക്കാം. മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്, മാർജിനൽ കോസ്റ്റ് ഈസ് ഡിഫൈൻഡ് ആസ് ദ എമൗണ്ട് ഓഫ് എനി ഗിവൺ വോളിയം ഓഫ് ഔട്ട്പുട്ട് by which aggregate costs are changed if the volume of output is increased by 1 unit. For example നോക്കാം, ABC Limited manufactures 100 unit of computers. 100 യൂണിറ്റ് കമ്പ്യൂട്ടർ ഉൽപ്പാദിപ്പിക്കുന്നു, ₹5000 each. Total cost of manufacturing 100 unit is 5 lakh. അപ്പോൾ ഒരു കമ്പ്യൂട്ടർ ഉൽപ്പാദിപ്പിക്കാൻ 5000 ആണ്. അങ്ങനെ 100 കമ്പ്യൂട്ടർ ഉൽപ്പാദിപ്പിക്കാൻ 5 lakh. They decided to produce 1 extra unit. Then the cost of production 101 unit would be ₹5,05,000. അപ്പം 100 യൂണിറ്റ് കമ്പ്യൂട്ടർ ഉൽപ്പാദിപ്പിക്കാൻ 5 lakh. അങ്ങനെയാണെങ്കിൽ 101 കമ്പ്യൂട്ടർ ഉൽപ്പാദിപ്പിക്കാൻ, പ്രൊഡ്യൂസ് ചെയ്യാൻ 5,05,000. ദ മാർജിനൽ കോസ്റ്റ് റുപ്പീസ് എത്രയാണ് നേരം വരിക? 5000. മാർജിനൽ കോസ്റ്റ് 5000. എക്സ്ട്രാ വരുന്ന എമൗണ്ട് ദാറ്റ് ഈസ് 5,05,000 മൈനസ് 5 lakh. 100 ഉൽപ്പാദിപ്പിക്കാൻ 5 lakh, 101 ഉൽപ്പാദിപ്പിക്കാൻ 5,05,000. ഇതിനാണ് മാർജിനൽ കോസ്റ്റ് എന്ന് പറയുന്നത്. ഈ മാർജിനൽ കോസ്റ്റ് ടെക്നിക്ക് പ്രകാരം കോസ്റ്റിനെ രണ്ടായി തരംതിരിക്കുന്നുണ്ട്. ക്ലാസിഫൈഡ് ഇൻറ്റു 2, ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. മാർജിനൽ കോസ്റ്റ് ടെക്നിക്ക് പ്രകാരം കോസ്റ്റിനെ രണ്ടായി തരംതിരിക്കുന്നു, ഫിക്സ്ഡ് കോസ്റ്റ് ആൻഡ് വേരിയബിൾ കോസ്റ്റ്. ഫിക്സ്ഡ് കോസ്റ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ എത്ര ഉൽപ്പാദിപ്പിച്ചാലും കോസ്റ്റിൽ മാറ്റം വരുന്നില്ല. ഇപ്പോൾ ഫാക്ടറീൻ്റെ റെൻറ്റ്, ഇതൊക്കെയാണ് ഫിക്സ്ഡ് കോസ്റ്റിന് എക്സാമ്പിൾ പറയും. വേരിയബിൾ കോസ്റ്റ് റോ മെറ്റീരിയൽ, ലേബർ ചാർജ്, ഇതൊക്കെയാണ് വേരിയബിൾ കോസ്റ്റിൻ്റെ അകത്ത് വരിക. ഈ ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂടി ടോട്ടൽ ചെയ്താലാണ് പ്രൊഡക്ഷൻ കോസ്റ്റ് കിട്ടും. ഫിക്സ്ഡ് കോസ്റ്റും വേരിയബിൾ കോസ്റ്റും കൂട്ടിയാൽ പ്രൊഡക്ഷൻ കോസ്റ്റ് കിട്ടുന്നു, ഫിനിഷ്ഡ് ഗുഡ്സിൻ്റെ കോസ്റ്റ് കിട്ടുന്നു. ഈ ഫിക്സ്ഡ് കോസ്റ്റ് remain fixed over a long period of time, does not change with the volume of production. എത്ര ഉൽപ്പാദിപ്പിച്ചാലും ചേഞ്ചസ് വരുന്നില്ല. അതുകൊണ്ട് തന്നെ ഇതിനെ പീരീഡ് കോസ്റ്റ് എന്ന് പറയും. ഐ ഫിക്സ്ഡ് കോസ്റ്റ്, ഐ ബ്രേക്ക് ഇവൻ,
അത് ബ്രേക്ക് ചെയ്യാൻ നമുക്ക് പഠിക്കാനുണ്ട്, ആ സമയത്ത് പറയും. ഇതിൻ്റെ എക്സാമ്പിൾ ഇൻഷുറൻസ്, ഇൻട്രസ്റ്റ് എക്സ്പെൻസ്, പ്രോപ്പർട്ടി ടാക്സ്, യൂട്ടിലിറ്റീസ് എക്സ്പെൻസ്, ഡിപ്രീസിയേഷൻ, റെൻറ്റ്, ഇതൊക്കെയാണ് ഫിക്സ്ഡ് കോസ്റ്റിൻ്റെ എക്സാമ്പിൾ. അപ്പോൾ അതിൻ്റെ പെർ യൂണിറ്റ് എപ്പോഴും മാറിക്കൊണ്ടിരിക്കും, ചേഞ്ച് ചെയ്യും. ഇപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് 5000 ആണെന്ന് വിചാരിക്കുക. നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്നത് ഒരു മൊബൈൽ ഫോണാണെന്ന് വിചാരിക്കുക. 5000 ആണ് ഫിക്സ്ഡ് കോസ്റ്റ്. ഈ മൊബൈലിൻ്റെ ഫിക്സ്ഡ് കോസ്റ്റ് 5000 ആണ്. അവിടെ ഉൽപ്പാദിപ്പിക്കുന്നത് 5000 യൂണിറ്റാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ഫിക്സ്ഡ് കോസ്റ്റ് നോക്കാം. ഇവിടെ 50,000 ഫിക്സ്ഡ് കോസ്റ്റ്, 5000 യൂണിറ്റാണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പോൾ പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് 10 ആയിരിക്കും. ഇങ്ങനെ കിട്ടാം 50,000 ഡിവൈഡഡ് ബൈ 5000. അപ്പോൾ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് ഇവിടെ എന്താണ്? 10 ആണ്. എത്ര ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിൽ 5000 യൂണിറ്റ് ഉൽപ്പാദിപ്പിക്കുന്നതാണെങ്കിൽ. ഇനി അതേ ഫാക്ടറിയിൽ നമ്മൾ എത്ര ഉൽപ്പാദിപ്പിക്കുന്നു? 10,000 ഉൽപ്പാദിപ്പിക്കുന്നു. ഫിക്സ്ഡ് കോസ്റ്റ് സെയിം തന്നെ. ഫിക്സ്ഡ് കോസ്റ്റ് 50,000. അങ്ങനെയാണെങ്കിൽ പെർ യൂണിറ്റ് 50,000 ഡിവൈഡഡ് ബൈ എത്ര വരും? 10,000. പെർ യൂണിറ്റ് എത്രയായി മാറും? 5 ആയി മാറും. 0 വെട്ടിയാൽ മതി. അപ്പോൾ പെർ യൂണിറ്റ് ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോൾ ഓർമ്മിക്കുക? ഫിക്സ്ഡ് കോസ്റ്റ് ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് എപ്പോഴും സെയിം ആയിരിക്കും. ടോട്ടൽ ഫിക്സ്ഡ് കോസ്റ്റ് 50,000 പെർ യൂണിറ്റ് പ്രൊഡക്ഷൻ അനുസരിച്ച് എന്ത് വരും? മാറ്റം വരും. പ്രൊഡക്ഷൻ കൂടുകയാണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കുറയും. പ്രൊഡക്ഷൻ കുറയുകയാണെങ്കിൽ ഫിക്സ്ഡ് കോസ്റ്റ് പെർ യൂണിറ്റ് കൂടും. ഈ ഒരു കൺസെപ്റ്റും കൂടി മനസ്സിലാക്കി വെക്കുക. അടുത്ത വേരിയബിൾ കോസ്റ്റാണ്. വേരിയബിൾ കോസ്റ്റ് പ്രൊഡക്ഷൻ്റെ വോളിയത്തിനനുസരിച്ച് മാറ്റം വരും. ചേഞ്ചസ് വിത്ത് ദ വോളിയം ഓഫ് ഔട്ട്പുട്ട്. വോളിയം ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ, ഔട്ട്പുട്ട് ഇൻക്രീസ് ചെയ്യുകയാണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് ഓൾസോ ഇൻക്രീസസ്. ഡിക്രീസ് ചെയ്യുകയാണെങ്കിൽ വേരിയബിൾ കോസ്റ്റ് ഓൾസോ ഡിക്രീസസ്. കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ, ലേബർ, പാക്കിംഗ് ചാർജ്, ഇതൊക്കെയാണ് വേരിയബിൾ കോസ്റ്റിൻ്റെ എക്സാമ്പിൾ. ഇപ്പോൾ ഇവിടെ ഒരു എക്സാമ്പിൾ കൊടുത്തിട്ടുണ്ട്. 6,000 ആണ് നമ്മളൊരു പിസ്സ ഉൽപ്പാദിപ്പിക്കാൻ, അതിൻ്റെ 60 പിസ്സ ഉൽപ്പാദിപ്പിക്കാൻ എത്രയാണ് ചാർജ് വരുന്നത്? 6,000 ആണ് ടോട്ടൽ വേരിയബിൾ കോസ്റ്റ്. 60 പിസ്സ ഉൽപ്പാദിപ്പിക്കാൻ കോസ്റ്റ് ഓഫ് റോ മെറ്റീരിയൽ 6,000 ആണ്. അപ്പോൾ പെർ യൂണിറ്റ് എത്രയായിരിക്കും? 6,000 പിസ്സയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് 60 ആണ് ഉൽപ്പാദിപ്പിക്കുന്നത്. അങ്ങനെയാണ് പെർ യൂണിറ്റ് 10 ആയിരിക്കും. ഇനി 40 പിസ്സയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്. ടോട്ടൽ കോസ്റ്റ് 4,000 ആണ്. അങ്ങനെയാണ് 4,000 ഡിവൈഡഡ് ബൈ 40 = 10. ഇത് ഈ ഒരു കോൺസെപ്റ്റ് ഓർമ്മിച്ച്. വേരിയബിൾ കോസ്റ്റ് പെർ യൂണിറ്റ് എപ്പോഴും സെയിം ആയിരിക്കും. പക്ഷെ ടോട്ടൽ വേരിയബിൾ കോസ്റ്റ് പ്രൊഡക്ഷൻ അനുസരിച്ച് വേരി ചെയ്യും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇന്നത്തെ ക്ലാസ് മാർജിനൽ കോസ്റ്റ് ടെക്നിക്ക് പ്രകാരമുള്ള കോസ്റ്റിൻ്റെ ക്ലാസിഫിക്കേഷൻസും ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ. ഓക്കെ, താങ്ക് യു.